നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇറ്റാലിയൻ ഡിഷായ ലസാനിയാണ്. ഇറ്റാലിയൻ ബേക്ക്ഡ് പാസ്ത ഒക്കെ പോലെ തന്നെ വേറൊരു ടേസ്റ്റിൽ വരുന്നതാണ് ലസാനിയ. സാധാരണ ലസാനിയ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പം അതൊന്നും നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടായിന്ന് വരില്ല. അതില്ലെങ്കിലും നമുക്ക് ലസാനിയ ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം മെയിനായിട്ട് നമുക്ക് ലസാനിയ ഉണ്ടാക്കുന്നതിന് മുന്നേ 3 കാര്യങ്ങൾ റെഡിയാക്കി വെക്കണം. റെഡ് സോസ്, പിന്നെ വൈറ്റ് സോസ്, പിന്നെ ഒരു ചിക്കൻ ഫില്ലിങ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ലസാനിയ തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഫില്ലിങ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസസ് ആക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ചെറിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ഇതുപോലെ പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സവാളയൊന്നും അങ്ങനെ ഒരുപാട് വേവൊന്നും വേണ്ട, അതിൻ്റെ ആ ഒരു കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ക്യാപ്സിക്കം ഇതുപോലെ തന്നെ അങ്ങനെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചിക്കനിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. ഇനി ഒറിഗാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിന്, എന്നാലും ഉപ്പ് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലസാനിയക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പം വൈറ്റ് സോസ് റെഡിയാക്കാൻ ഒരു പാന് ചൂടായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽട്ടായിട്ടാകുമ്പം ഇതിലേക്ക് 2 ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ട് ആ മൈദയുടെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ മൈദ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വൈറ്റ് സോസിന് ആ ഒരു വൈറ്റ് കളറ് കിട്ടാണ്ടാവും. മൈദ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ചേർത്ത ഉടനെ തന്നെ നമ്മൾ വേഗം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ കട്ട പിടിച്ചു പോകും. അപ്പം നമ്മൾ ഇനി ഈ ഒരു വൈറ്റ് സോസ് തിക്കാവുന്ന വരെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. വൈറ്റ് സോസ് ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉണക്കമുളകിൻ്റെ പൊടിയുണ്ടല്ലോ, അതായത് ചില്ലി ഫ്ലേക്സ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചില്ലി ഫ്ലേക്സ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കുരുമുളക് പൊടിയും ഒറിഗാനോ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചൂടിൽ തന്നെ ഞാൻ ഇതിലൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, അതായത് ക്രീം ചീസ്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ചീസിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ക്രീം ചീസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ക്രീം ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചീസും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ വൈറ്റ് സോസ് കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് റെഡ് സോസ് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 4 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളിയുടെ ബാക്ക് സൈഡിൽ ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് ക്രോസ് ആയിട്ട് ഇതുപോലെ കീറലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ തൊലി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ട് ആ തൊലിയൊക്കെ ഇങ്ങനെ അടർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം.
ചൂടാറിയിട്ടാകുമ്പം ഇതിൻ്റെ ആ തൊലിയും പിന്നെ ആ ഒരു നെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് മാറ്റിയിട്ട് ജ്യൂസിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പാനിലോട്ടേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഒന്ന് പൊടിയായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സവാള ഒന്ന് പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഒരു തക്കാളിയുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിള വന്നിട്ടാകുമ്പം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മുളക് പൊടിയുടെ പച്ചമണമൊക്കെ അപ്പോഴത്തേക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതാ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ റെഡ് സോസും ഇവിടെ റെഡിയായി. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ബ്രെഡാണ് വേണ്ടത്. അത് നമ്മുടെ പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ട് ഒരു റോളിംഗ് പിൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതായത് ഒരു ഷീറ്റ് പോലെ, നേരിയൊരു ഷീറ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. ലസാനിയ സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രേ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു അലുമിനിയത്തിൻ്റെ ട്രേ എടുത്തത്, അതായത് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റിയ ട്രേ എടുക്കാം. ഒരു 7 ഇഞ്ചിൻ്റെ ട്രേ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് താഴെയും സൈഡിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ട്രേയുടെ താഴെ കുറച്ച് റെഡ് സോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് സോസും കൂടെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ലൈറ്റായിട്ട് ഒന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ പരത്തി വെച്ച ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയറായിട്ട് 4 പീസ് ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ ആയിട്ട് കുറച്ച് റെഡ് സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ആയിട്ട് കുറച്ച് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ചിക്കൻ്റെ ഫില്ലിങ് ഒരു 1/4 ഭാഗം മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ആയിട്ട് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ആയിട്ട് നമുക്ക് ഒരു ലെയറും കൂടെ ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മേലായിട്ട് റെഡ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ റെഡ് സോസും വൈറ്റ് സോസൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, എടുത്ത് വെക്കാനൊന്നുമില്ല. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 1/4 ഭാഗം ചിക്കൻ ഉണ്ടല്ലോ,
അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഏറ്റവും മുകളിലായിട്ട് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടം പോലെ എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ക്രീം ചീസ് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1-2 ടേബിൾ സ്പൂണോളം മതി. അതുപോലെ തന്നെ കുറച്ച് റെഡ് സോസും ഞാൻ ബാക്കി വെച്ചിന് ഇതുപോലെ മേലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലസാനിയ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാന്ന്. ഓവനിലാണെങ്കിൽ ഒരു 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു തട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ നമ്മുടെ ലസാനിയ ഇറക്കി വെക്കുക. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്യുകയാണ്. അപ്പം ഇത് ചീസൊക്കെ മുകളിൽ മെൽട്ടായിട്ട് ഇങ്ങനെ ബബിൾ ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങും. അതായത് മാക്സിമം ഒരു 20-30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ മുകളിൽ മൊത്തമായിട്ട് ഇങ്ങനെ മെൽട്ടായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ ചീസ് ഇങ്ങനെ ബബിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു പീസ്, ഇതിപ്പോൾ 4ആയിട്ടാണ് സെർവ് ചെയ്യുന്നെങ്കിൽ ഒരു പീസ് തന്നെ ഒരാൾക്ക് ധാരാളമാണ്. കാരണം അത്രയും ഹെവി ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് ചീസും ക്രീമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ നല്ല റിച്ചാണ് ഒരു പീസ് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നൊന്നും തിന്നുമ്പോൾ മനസ്സിലാവില്ല. സാധാരണ ലസാനിയ ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയ പോലെ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ചൂടോടെ കൂടെ തന്നെ കഴിക്കാം. മോസറല്ല ചീസ് അറിയാമല്ലോ, കുറച്ച് ചൂടാറുമ്പോൾ തന്നെ ചീസൊക്കെ ആ വെളിച്ചലൊക്കെ പോയിട്ട് ഒന്ന് ഹാർഡാവും. അപ്പം എപ്പോഴും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസി ആയിട്ടുള്ള ലസാന റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.